ഈ സദസ്സിൽ തന്നെയുള്ള നമ്മുടെ ഒരു ബഹുമാന്യ സുഹൃത്തിൻ്റെ മകൾ വളരെ ഗുരുതരമായൊരു രോഗസാഹചര്യത്തിലൂടെ കടന്നുപോയ അനുഭവം കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സംസാര വൈഭവം നഷ്ടപ്പെടും, വേറെ പ്രശ്നങ്ങളുണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഡോക്ടേഴ്സ് അവരുടെ ഒരു ചികിത്സാ പ്ലാനിൻ്റെ സുരക്ഷിതത്വം വിചാരിച്ച് കുറേയധികം കാര്യങ്ങൾ ഇത്തരമൊരു രോഗാവസ്ഥയിൽ വരാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. വളരെ പാലൊടുക്കുന്ന കുട്ടിയുള്ളൊരു ഉമ്മ, ചെറിയ പ്രായമുള്ളൊരു സ്ത്രീ, അവർ മാരകമായൊരു രോഗത്തിൻ്റെ മുന്നിൽ അകപ്പെടുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അത് ചെറുതാവുകയില്ലല്ലോ. ഞാൻ പറയുന്നത്, ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത്തരം ചില ഘട്ടങ്ങളിലെത്തണം. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ മകൾ വളരെ ഗുരുതരമായ ഒരു രോഗസാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് അവരറിഞ്ഞതേയില്ല. കുട്ടിക്ക് തലവേദന ഉണ്ടാവും, തലവേദനക്ക് മരുന്ന് കുടിക്കും, ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കടന്ന ആ കുട്ടി മരിച്ചു കിടക്കണതാണ് പിന്നെ അദ്ദേഹം കാണുന്നത്. ഒരു വയസ്സുപോലും തികയാത്ത കുട്ടിയെ താരാട്ടുപാട്ട് പാടി ഉറക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വാചകമാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഉണ്ടല്ലോ, മോളല്ലേ പോയിട്ടുള്ളൂ എന്നാണ്. ഞാൻ പറയുന്നത്, ഇതുപോലത്തെ ഒരു മനോഗതത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ, നമുക്കെത്താൻ പറ്റുന്നുണ്ടോ? ഇതൊരു വലിയ അവലോകനത്തിന് നമ്മൾ വിധേയമാക്കേണ്ടതാണ്. ഇതേപോലത്തെ ഒരു മനോഗതത്തിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സമ്മർദ്ദങ്ങളും സങ്കടങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ കെട്ടഴിയുകയാണ്. ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 64-ാമത്തെ വചനത്തിൽ പറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. ഏറ്റവും നല്ല സംരക്ഷകൻ അള്ളാഹുവാണ്. അള്ളാഹുവിനോളം പോകുന്നൊരു സംരക്ഷകനുമില്ല. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അടിമകളോട് അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. മാത്രമല്ല, സൗർ ഗുഹയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ നടത്തിയൊരു പ്രയോഗം അവരിലേക്ക് മാത്രമുള്ളതല്ല. ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്നുണ്ട് എന്ന് മൂസ അലൈഹി ഇസ്ലാമിയോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിയോടും പറഞ്ഞ ആ സംഭവം. അതുപോലെ തന്നെ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു അവസ്ഥ. ഇതുപോലത്തൊരു അവസ്ഥയിലേക്കൊരു വിശ്വാസി എത്തുക എന്നത് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പൊടുന്നനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കും അപകടങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ ഉള്ള ചില സുരക്ഷിതത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ സുരക്ഷിതത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുരക്ഷിതത്വങ്ങൾ കിട്ടുന്നത് 2-3 വഴികൾ സ്വീകരിക്കുമ്പോഴാണ്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുക. പടച്ചോൻ എന്നെ സംരക്ഷിക്കുന്നുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കുമെന്ന അചഞ്ചല വിശ്വാസം ഉണ്ടാകുക. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫദുല്ലാഹ് യഹ്ഫദക്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അതൊരു വാക്കാണ്. നീ അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ നിയമങ്ങളും അവൻ്റെ തത്വങ്ങളും അവൻ്റെ ദീനും നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് വരും. യഹ്ഫദുല്ലാഹ തജിദുഹു തുജാഹക്, നിനക്ക് നിന്റെ മുന്നിൽ റബ്ബിനെ കാണാം. നിനക്ക് നിന്റെ മുന്നിൽ റബ്ബിനെ കാണാം. റബ്ബ് രൂപം പ്രാപിച്ചു വരുന്നല്ല എൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ശരിയായ നിലക്ക് നിനക്ക് കിട്ടും. വൈദാ സഅൽത ഫസ്അലില്ല, അതുകൊണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഇതാണ്. എന്താ? അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണങ്ങൾ ഉണ്ടാകും എന്നത് തന്നെയാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചു, മൻ യത്തഖില്ലാഹ യകുൻ മഅഹു, ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാകും. വമൻ യകുനില്ലാഹു മഅഹു, ആരാണോ അള്ളാഹുവിൻ്റെ കൂടെ ഉള്ളത്, ഫമഅഹുൽ ഫിഅ അല്ലതി ലാ തുഗ്ലബു വൽ ഹാരിസു അല്ലദി ലാ യനാം. വല്ലാത്തൊരു പ്രയോഗമാണിത്. എന്താ? ഫമഅഹു അൽ ഫിഅ, അവൻ്റെ കൂടെ ഒരു സംഘം ഉണ്ടാകും. അല്ലതി ലാ തുഗ്ലബ്, ആ സംഘത്തെ അതിജയിക്കാൻ ആർക്കും പറ്റൂല. വൽ ഹാരിസ്, ഒരു സംരക്ഷകൻ ഉണ്ടാകും. അല്ലദി ലാ യനാം, ഒരിക്കലും ഉറങ്ങാതെ അവന് സംരക്ഷണം എടുക്കുന്ന ഒരാളുണ്ടാകുന്നതാണ്. ഹഫലത്തിന്റെ മലക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹഫലത്തിന്റെ മലക്കുകൾ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഫളത്തിന്റെ സംരക്ഷകരായ മലക്കുകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരമൊരു സംരക്ഷണ വലയം ഒരുക്കപ്പെടും എന്നാണ്. വല്ലാഹി മഅൽ മുത്തഖീന അൽ മുഹ്സിനീന ബിഔനിഹി വതൗഫീഖിഹി വതസ്ദീദിഹി വഹുമുൽ ലദീന തഖൗൽ കുഫ്ര വൽ മആസി വഅഹ്സനു ഫി ഇബാദത്തില്ലാഹ് ബിഅൻ അബദുല്ലാഹ കഅന്നഹും യറൗനഹു ഫഇന്നഹും ലം യകൂനു യറൗനഹു ഫഇന്നഹും യറാഹും വൽ ഇഹ്സാനു ലിൽ ഖൽഖ് യുബ്ദലു നഫ്അ ലഹും മിൻ കുല്ലി വജ്ഹ്. ആരാണ്? ഏത് മുത്തഖീങ്ങളാണ്, ഏത് മുഹ്സിനീങ്ങളാണ്? അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, അവർ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവനോട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളുടെ കൂടെ തീർച്ചയായും അള്ളാഹുവിന്റെ ഇത്തരം ഒരു സഹായം ഉണ്ടാകുമെന്നാണ്. അത് ഇരുട്ടിലാണെങ്കിൽ പോലും നോക്കൂ നിങ്ങൾ, ഫനാദാ ഫിൽ ദുലുമാത്, ഇരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ചു എന്നാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു എന്നാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ശരിയായ ഉറച്ച വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നത്, കലർപ്പില്ലാത്ത വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ പൊടുന്നനെയുള്ള സഹായങ്ങൾ കിട്ടാൻ അത് ഏറ്റവും പ്രാപ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, 10,000-ലധികം വരുന്ന മഹാസൈന്യത്തെ പ്രവാചകൻ തുലോം തുച്ഛം വരുന്ന വ്യക്തികളുമായി നേരിട്ടപ്പോൾ, ബദറിൽ നേരിട്ടപ്പോൾ അവിടെയൊക്കെ സംഭവിച്ചത് അതാണ്. അവരുടെ വിശ്വാസത്തിന്റെ കരുത്തിലാണ് അവരവിടെ വിജയിക്കുന്നത്, അല്ലേ? മാത്രല്ല, നമ്മൾ സൂറത്തു കഹ്ഫിൽ എന്ന് ഓതുന്ന സൂറത്തു കഹ്ഫിലെ ആ വ്യക്തിത്വങ്ങൾ, ഗുഹാവാസികൾ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട കാലത്തെ സംരക്ഷണ കൊടുത്ത് ഗുഹയിലെ കാലാവസ്ഥയെയും സാഹചര്യത്തെയും ഒക്കെ ഒരുക്കി നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കും നമ്മുടെ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾക്കും നമ്മുടെ ശാസ്ത്രങ്ങൾക്കും ഒക്കെ അപ്പുറം അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ എല്ലാം അപ്പുറം അള്ളാഹുവിൻ്റെ മഹാ അത്ഭുതങ്ങളും മഹാസഹായങ്ങളും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെന്താ വേണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സുഖത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ സംസാരിക്കുന്ന ആളുകളായി മാറുക എന്നുള്ളതാണ്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, ചില പ്രത്യേകമായ വാക്കുകളും ചില പ്രത്യേകമായ വരികളും ചില പ്രത്യേകമായ പ്രാർത്ഥനകളും പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ലക്ഷ്യം നേടിക്കിട്ടാൻ. എന്നാൽ ആ പ്രാർത്ഥനയും ആ വാചകമൊക്കെ ചുണ്ടിലുണ്ടാകും, അരിയിൽ ഏലസും ഐക്കല്ലും അടുപ്പിൽ കുഴിച്ചിടലും പട്ടത്ത് കെട്ടിയിടലൊക്കെ ഉണ്ടെങ്കിൽ പടച്ചോൻ അത് ഫലിപ്പിക്കൂല. ഞാൻ മനോഹരമായൊരു ചരിത്രം നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയി പിന്നീട് മാറിയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അബൂസലമ മരിച്ചിട്ട് ഞാൻ അബൂസലമയുടെ മയ്യത്തിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു. ദുഃഖിച്ചിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ പ്രവാചകൻ ആശ്വാസവാക്ക് പറഞ്ഞു. അവർ ദുഃഖിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, സമയപരിമിതി ഉണ്ട് നമുക്ക്. അബൂസലമയും ഉമ്മുസലമയും ഒന്നിച്ച് ഹിജറ പുറപ്പെട്ടിട്ട് ഉമ്മുസലമനെ അവരുടെ കുടുംബം പിടിച്ചു വെച്ചതായിരുന്നു. നീണ്ട കാലങ്ങൾക്കു ശേഷം മകൾ മതം ഉപേക്ഷിക്കൂല എന്ന് മനസ്സിലായപ്പോഴാണ് ആരെ കൂടാച്ച പൊയ്ക്കോ എന്ന് പറഞ്ഞേക്കണത്. അങ്ങനെ നീണ്ട വിരഹത്തിനു ശേഷം അവർ ഒത്തുകൂടുന്നത് അബൂസലമയുടെ മരണത്തിന്റെ രംഗത്തേക്കാണ്. അപ്പം അങ്ങനെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന ഉമ്മുസലമയെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഉമ്മുസലമ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹു മുജ്ർലി ഫീ മുസീബത്തി എന്ന് പ്രാർത്ഥിക്കണം എന്ന്. അത് മരിച്ചാൽ മാത്രമല്ല, എന്ത് ദുരന്തം ഉണ്ടായാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണത്. എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തു, അല്ലാഹു മുജ്ർലി ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ച ദുരിതത്തിന് അർഹമായ പ്രതിഫലം നീ എനിക്ക് നൽകണം. അടുത്ത വാചകാണ് പ്രധാനം, വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, അതിലേറെ നല്ലത് എനിക്ക് നീ നൽകണം എന്ന് നീ പ്രാർത്ഥിച്ചോന്നാണ്. അവിടെ ഉമ്മുസലമ പറയുന്നുണ്ട്, അയ്യുൽ മുസ്ലിമീന ഖൈറു മിൻ അബീ സലമ. ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അബൂസലമയെക്കാളും നല്ലൊരാൾ വേറെ ആരാ? അവ്വൽ ബൈത്തിൻ ഹാജറ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ആദ്യം ഹിജ്റ പോകുന്ന ആളുകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറയണം അവര്. മാത്രമല്ല, ഞാൻ വയോധികയായി തുടങ്ങി, പാല് കുടിക്കുന്ന ഒരു കുട്ടി എനിക്കുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇനി ആരാണ് കൂടെ കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ പറയാണ്, അവസാനം ഞാൻ കാണുന്നത് അർസല ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് ബിൻ അബീ ബൽതഅനെ അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു, യഖ്തുബുനി, എന്നെ വിവാഹം അന്വേഷിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, എനിക്ക് കുട്ടികളൊക്കെ ഉള്ള ചെറിയൊരു കുഞ്ഞൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ, പ്രവാചകനെ സംരക്ഷിക്കാനും പ്രവാചകന്റെ കൂടെ നിൽക്കാനും എനിക്ക് പറ്റുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരുടെയും സംരക്ഷണവും സഹായവും ഇല്ലാതെ തന്നെ വളരാനുള്ള അവസ്ഥ കുട്ടിക്ക് അള്ളാഹു കൊടുക്കട്ടെ, നിങ്ങൾ എൻ്റെ ഇണയായി മാറണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹു മുജ്ർലി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്നുള്ളൊരു പ്രാർത്ഥനാ വാചകമുണ്ട്. ആ പ്രാർത്ഥനാ വാചകം അവർക്ക് ഇതൊക്കെ സംഭവിക്കോ, ഇതിലേറെ നല്ല ആളെ എനിക്കിനി ആരെയാണ് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് റസൂലുള്ള പറഞ്ഞതാണല്ലോ എന്ന് വിശ്വസിച്ചാണ് ചൊല്ലിയപ്പോൾ അവർക്ക് കിട്ടിയത് ആരെ?
ഈ പ്രായമായ കാലത്ത് പ്രവാചകനേക്കാളും പ്രായമുണ്ടെന്ന ഉമ്മു സലമക്ക്, പ്രവാചകനേക്കാളും പ്രായമുള്ള ഉമ്മു സലമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദിക്ർ ചുണ്ടിൽ മാത്രം ഉണ്ടായ പോരാ, ഖൽബിൽ ഈ വിശ്വാസം വേണം. എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും. എൻ്റെ റബ്ബിന് പല പരിപാടിയുണ്ട് സംരക്ഷണത്തിന്. എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും. റബ്ബല്ലാതെ വേറൊരാളും എനിക്ക് ആവശ്യമില്ലാന്ന് ഒരു ചെറിയ നിലക്ക് പോലും പടച്ചവനല്ലാതെ ഒരു പടപ്പിന്റെ അടുത്തേക്കും എനിക്ക് വേണ്ടാന്ന്, അല്ലേ, വേണ്ടാന്നുള്ള ആ മനോഗതമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമം ബാധിക്കുന്ന ആളുകളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞൊരു ദുആയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അളീം. ഈ മിമ്പറിൽ നിന്ന് തന്നെ നേരത്തെ നമ്മൾ പഠിച്ചൊരു ദിക്റാണിത്. നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതാണ്. എത്ര ആളുകൾ ഇത് ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ, എന്തെങ്കിലും വിഷമൊക്കെ വന്നാൽ നേരെ ഇത് ചൊല്ലുക. എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അളീം. ഇതൊരു ദിക്റാണ്. ഈ ദിക്റിന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പരിഹാരം എന്താ? ഈ ദിക്ർ ചൊല്ലിക്കോ, നിങ്ങളെ വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം ഉണ്ടാക്കി തരും. വിഷമം എന്തോ ആയിക്കോട്ടെ, വിഷമം എന്തൊക്കെ ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ഹജ്ജാജ് ബിൻ യൂസുഫിനെ ഉപദേശിക്കാൻ പോയി. ഹജ്ജാജ് ബിൻ യൂസുഫ് ആരാ? ഹജ്ജാജ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യം നടത്തിയ പ്രസംഗത്തിലുള്ള എന്താ അറിയോ? ഇന്നി അറാ റഊസൻ ഖദ് അയ്നഅത് ലഖദ് ഹാന ഖിതാഫുഹാ വ ഇന്നി ലസ്വാഹിബുഹാ. ഞാനിവിടെ പഴുത്ത് പാകമായി നിൽക്കുന്ന കുറെ തലകൾ കാണുന്നുണ്ട്. അത് മുഴുവൻ കൊയ്തെടുക്കുന്ന ആൾ ഞാനായിരിക്കും. ധിക്കാരിയായ ഭരണാധികാരി, അയാൾ നൂറുകണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ കഴുത്തറുത്തു കൊന്നു. അവസാനം അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ മഹാപണ്ഡിതൻ, എന്താ വിഷയം? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ? നമുക്ക് വേണമെങ്കിൽ അതിപ്പോ കലാം സൃഷ്ടി ഇങ്ങനെ പറഞ്ഞു നിൽക്കണോ? അതാ രാജാവിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ആരും അറിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷേ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന വാദത്തിൽ അഹ്ലുസുന്ന ഉറച്ചു നിന്നപ്പോ, നിരവധി ആളുകളെ അയാൾ കൊന്നു തള്ളിയപ്പോ, അവസാനം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഉന്നതരായ മുസ്ലിം പണ്ഡിതന്മാരുടെ രക്തമുണ്ട്, നിരപരാധികളുടെ രക്തമുണ്ട്, അതങ്ങറിയണം. അയാൾക്ക് ദേഷ്യം വന്നു. തന്റെ മുന്നിൽ ഇത്ര എണീറ്റ് നിന്ന് സംസാരിക്കുന്ന ആളാരാണ്? അദ്ദേഹം വാളെടുത്തിട്ട് ഇദ്ദേഹത്തെ ആണ് വെട്ടി. ആരാച്ചാരെ കൊണ്ടൊക്കെ വെട്ടിക്കണീന് പകരം വെട്ടി. പിന്നെ അയാൾ 40 ദിവസം ജീവിച്ചതെന്നാണ്. 40 ദിവസം എനിക്ക് ഇന്ന പണ്ഡിതന്റെ പ്രാർത്ഥന ഏറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഭ്രാന്തനായി ഓടി നടക്കുകയായിരുന്നു എന്നാണ്. അപ്പോ ആ ഹജ്ജാജ് ബിൻ യൂസുഫ് അത്രയും ധിക്കാരിയാണ്. അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി പോവുകയാണ് ആര്? ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ. അദ്ദേഹം പറയാ, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുത്തേക്ക് ചെന്നപ്പോ, അദ്ദേഹത്തിന്റെ വീട്ടുവാതിൽക്കൽ ചെന്നപ്പോ, കവാടത്തിൽ ചെന്നപ്പോ ഞാൻ ചൊല്ലി, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അളീം എന്ന ദിക്ർ ഞാൻ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അളീം എന്ന ദിക്ർ ഞാൻ ചൊല്ലി ഹജ്ജാജിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോ ഹജ്ജാജ് എന്നോട് പറയാ, ലഖദ് ജിഅ്തനി, നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഉരീദു ഖത്ലക്, നിന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ നീ ആ വാതിലും കടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിന് എന്തോ ഒരു വ്യത്യാസം വന്നു. ഫഅൻതൽ യൗമ അഹബ്ബു ഇലയ്യ മിൻ കദാ വകദാ, എനിക്ക് ഇന്ന കാര്യങ്ങളെക്കാളൊക്കെ നീ പ്രിയപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ഫസൽ ഹാജത്തക്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ എന്നോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ചെറിയ പ്രാർത്ഥനാ വരികളായിരിക്കും, പക്ഷേ ആ പ്രാർത്ഥനാ വരികൾക്കൊക്കെ വലിയ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെ? വലിയ സ്വാധീനങ്ങൾ ഉണ്ടാകും. അത്തരം പ്രാർത്ഥനാ വാചകങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ പറ്റണം. അങ്ങനത്തെ കുറെ അദ്കാറുകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ അദ്കാറുകൾ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നുള്ളത്. ഇതിൽ നോക്കൂ നിങ്ങൾ, ധാരാളം ദിക്റുകൾ വന്നിട്ടുണ്ട്. പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിലുള്ളൊരു പ്രശ്നം, ഇല്ലാത്ത കുറെ ദിക്റും ഏടും ഏർപ്പാടുമായിട്ട് ഒരു ടീം നടക്കും. കണ്ടമാനം ദിക്റും കെട്ടി ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ ഉണ്ടാകും. അത് എവിടുന്നേ വന്നു, എവിടുന്നേ കിട്ടിയൊന്നുമില്ല, ഓരോന്നും ചൊല്ലിക്കൊടുക്കുകയാണ്, അല്ലേ? എന്താ, ഗർഭിണിയായ സ്ത്രീ ഗർഭത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ചോദിച്ചപ്പോൾ, പണ്ട് ജീവൻ ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഉസ്താദിന്റെ. ആ പരിപാടിയിൽ മുപ്പർ പറഞ്ഞ ഉത്തരാണ് എന്താ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി പ്രകമ്പനം കൊണ്ടാൽ എന്ന സൂറത്ത് നന്നായിട്ട് ഒരു പാത്രത്തിൽ എഴുതിയിട്ട് കുടിച്ചാൽ മതി എന്നാ പ്രസവിക്കും. ഈ ജാതി അദ്കാറുകൾ കൊണ്ട് സമുദായത്തെ പറ്റിക്കുകയും സമുദായത്തെ വഞ്ചിക്കുകയും ചെയ്ത ഏർപ്പാടുമായിട്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അതിലെ ശരിതെറ്റുകളെ നിശിതമായി കൈകാര്യം ചെയ്യുകയും അതിൽ സ്വഹീഹായത് മാത്രം സ്വീകരിക്കണം, അല്ലാത്തത് വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ദിക്റുകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടോയെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. അദ്കാറുകൾക്ക് വലിയ സ്വാധീന ശക്തിയുണ്ട്. നോക്കൂ നിങ്ങൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലുള്ള ദിക്റാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമുക്ക് ചൊല്ലി വെക്കുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേ ശക്തിയും കഴിവൊക്കെ ഉള്ളൂ, അവന്റെ ശക്തി കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സറിഞ്ഞു ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തുനിന്നൊരു വിളിയാളുണ്ടാകുന്നതാണ്. എന്താ? ഹുദീത്ത, ഇന്നത്തെ ദിവസം നിനക്ക് നേർമാർഗം കിട്ടിക്കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നിന്റെ പ്ലാന് തെറ്റൂല, നിന്റെ പദ്ധതി തെറ്റൂല, നിന്റെ കച്ചവടം പിഴക്കൂല, നിന്റെ കാര്യങ്ങൾ പിഴക്കൂല, നീ ശരിയായ തീരുമാനങ്ങൾ എന്ന് എടുക്കുള്ളൂ.
വ കുഫീത, നിനക്കിത് മതി, ഇന്നത്തേക്ക് നിനക്കിത് മതി. വ വുഖീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വ തനഹ അൻഹു ശൈത്താൻ, നിന്നിൽ നിന്ന് പിശാചിനെ അകറ്റി നിർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ ഒരു മനോഹരമായ രംഗം കാണാം. ശൈത്താന് നമ്മുടെയൊക്കെ കൂടെ ഒരു പിശാചുണ്ട് എന്നാണല്ലോ, അല്ലെ, കരീൻ ഉണ്ട് എന്നാണ്. ആ ശൈത്താൻ മറ്റോ ശൈത്താനോട് പറയുന്നതാണ്, കൈഫലക ബിറജുലിൻ ഖദ് ഹുദീത വ കുഫി ഖദ് ഹുദിയ വ കുഫിയ വ ഉഖിയ. ഒന്നും അവന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, അയാൾക്ക് ഇന്ന് എല്ലാതരം സംരക്ഷണം കിട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നുള്ള ദിക്റിന്റെ മഹത്വമാണ് ഞാനിവിടെ പറഞ്ഞത്. മാത്രമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിചാരിച്ചതെല്ലാം കിട്ടുന്നതാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അളീം എന്ന് 7 പ്രാവശ്യം ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുനിയാവിലെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ പറ്റും. ഇത് മാത്രം മുറിച്ചിട്ടിട്ട് ഇതിനെ ട്രോളിനെ ഇവിടുത്തെ നാസ്തികരും യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഉണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ആമുഖാദ്യമായിട്ട് പറഞ്ഞത്, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നുള്ള നിറഞ്ഞ മനസ്സോടു കൂടെ ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. ഇതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. അത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ 100% രാവിലെ മുതൽ വൈകുന്നേരം, രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ, വൈകുന്നേരമാണ് ചൊല്ലിയതെങ്കിൽ രാവിലെ വരെ അവൻ സുരക്ഷിതനാണ് എന്നാണ്, അല്ലേ? ഞാൻ വ്യക്തിപരമായി ദിക്റ് സ്ഥിരമായിട്ട് ചൊല്ലേണ്ട ഒരാളാണ്. അൽഹംദുലില്ലാഹ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത്യാവശ്യം വീഡിയോ ഒക്കെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സംരക്ഷണം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ മഹാപകടങ്ങൾ നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സാധാരണ ചൊല്ലണ ഈ ദിക്റ് ഞാനന്ന് ചൊല്ലിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹോദരനായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഈ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ എന്നുള്ള ദിക്റ് ഒരു ഷെയ്ഖ് പഠിപ്പിക്കുകയാണ്. എന്താ, ഈ ദിക്റ് ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും സംരക്ഷണം കിട്ടും എന്ന കാര്യം ഒരു ഷെയ്ഖ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, എന്നിട്ട് നിങ്ങൾ പാരലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ എങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. നിങ്ങൾ ഈ ദിക്ർ ചെല്ലുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം, ഫഅസാബ അബാ ഉസ്മാനു അൽ ഫാലിജ് ഫജഅല റജുലു അല്ലദീ സമിഅ മിൻഹു അൽ ഹദീസ് യൻദുറു ഇലൈഹി ഫഖാല മാ ലക തൻദുറു ഇലയ്യ. ഈ ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ശൈഖിനെ ഈ ഒരാളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്തെച്ചു നോക്കണമെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ സംരക്ഷണം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, മാ കദബ്തു അല ഉസ്മാന വലാ കദബ ഉസ്മാനു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉസ്മാനോട് കളവ് പറഞ്ഞിട്ടില്ല, പ്രവാചകൻ നമ്മളോടും കളവ് പറഞ്ഞിട്ടില്ല. പക്ഷേ വലാകിന്നൽ യൗമല്ലദീ അസ്വാബനി ഫീഹി മാ അസ്വാബനി, എനിക്ക് ബാധിച്ച ഈ വിഷയം ബാധിക്കണമെന്ന് എന്താ ഞാൻ ഖൽബ്തു ഫനസിയ അൻ അഖൂലഹാ, ഞാൻ എന്തോ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമായിരുന്നു, ഞാനത് ചൊല്ലാൻ മറന്നിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ്. സഹോദരന്മാരെ, വലിയ സംഗതിയാണ് അല്ലേ? വലിയ സംഗതിയാണ്. ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അന്നത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രാവിലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി ഇറങ്ങിയതുകൊണ്ട് തന്നെയാണെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഇവിടുന്ന് ആരോ ഒരാൾ തമാശ പറഞ്ഞു എന്ന് പറഞ്ഞു, മൂപ്പരെ സുബഹിസ്കരിച്ചിട്ടുള്ള മൂപ്പരെ വണ്ടി സുബഹിസ്കരിച്ചിട്ടില്ലല്ലോ. വളരെ ഹക്കാണത്. മനസ്സിലായില്ലേ? സുബഹി വണ്ടി പോയി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അജ്ർലി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ഞാൻ ചൊല്ലി. അതൊക്കെ ചൊല്ലാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് ആ സമയത്ത് എനിക്ക് തന്നു. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ നമുക്ക് അദ്കാറുകളിലൂടെ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? യാത്രയിൽ ചെല്ലുന്ന പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. പടച്ചോനെ, ഈ യാത്രയിൽ ഞാൻ നിന്നോട് ബിർറിനെയും തഖ്വയെയും ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് നന്മയെയും തഖ്വയെയും ചോദിക്കുകയാണ്. ദീർഘയാത്ര പോകുകയാണ് ഒരാൾ, അയാൾ മാനങ്കടനെ ഒരു അവസ്ഥയ്ക്കെത്താൻ ആ യാത്ര പോരെ, ട്രെയിനിൽ ഇരിക്കുകയാണ്, അയാളെടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് വിചാരിക്കുക, ദീർഘയാത്രയാണ്, വേറെ വഴിയൊന്നും അയക്കില്ല. ആ സ്ത്രീനെ ഒന്ന് തോണ്ടണം തോന്നിയാൽ മതി, കഴിഞ്ഞു, മരിക്കണേലാണ് നല്ലത്, അല്ലേ? നാട്ടുകാരുടെ വീഡിയോ ക്യാമറക്ക് മുന്നിൽ തലകുനിച്ച്, പോലീസ് വാഹനത്തിൽ തലകുനിച്ചിരിക്കുന്ന മഹാദുരന്തം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാത്രയുടെ നേരത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, വമിനൽ അമലി മാ തർളാ, നിനക്ക് തൃപ്തിപ്പെട്ട കാര്യം മാത്രം എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ പടച്ചോനെ. അല്ലാഹുമ്മ ഹവ്വിന അലൈനാ സഫറനാ ഹാദാ, പടച്ചോനെ ഈ യാത്രയെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. വത്വ അന്നാ ബുഅദാ, ഈ യാത്രയുടെ ദൂരം നീ കുറച്ചേരണേ പടച്ചോനെ. എത്ര ആളുണ്ട് അങ്ങാടിപ്പുറം ഗേറ്റിന്റെ അപ്പുറത്ത് 1.5 മണിക്കൂർ വന്നിട്ടുണ്ട്. ഞാൻ 1.5 മണിക്കൂർ അടുത്ത കാലത്ത് അനുഭവം പറയണം. 1.5 മണിക്കൂർ വണ്ടിയിൽ അങ്ങനെ ഇരുന്നു. ഒരു ജനാസക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പോകേണ്ട ഒരു ലീവ്, ഒരു സ്കൂളിൽ നിന്ന് എടുക്കുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ടാണ് ഒരാൾ ലീവ് എടുക്കുക. മനസ്സിലായില്ലേ? 100 വട്ടം ആലോചിച്ചിട്ട് അവിടെ നമുക്ക് ഫർളാണ്,
നമ്മൾ ചെയ്യേണ്ട ഒരു ഫറലാണ് അവിടെ ഇരിക്കണേ. അപ്പോൾ ആ ഫറലിൽ നിന്ന് എടുക്കുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് എടുക്കുക. അപ്പം അങ്ങനെ പോകേണ്ട ഒരു കാര്യമാണ് അത്. പല ജനാസകൾക്കും നമ്മളെങ്ങനെ പോകുക? ഖബറിൽ പോയി നിസ്കരിക്കും. എന്നും മരണം ഉണ്ടാവും. പൊതുവേ സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും മരണങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലത് മയ്യത്ത് വീട്ടിൽ മാത്രം പോയി കാണുന്ന അവസ്ഥയായിരിക്കും, ചിലത് ഖബറിൽ പോയി നിസ്കരിക്കണമായിരിക്കും. ഇത് അവിടെ തന്നെ പോയി നിസ്കരിക്കേണ്ടെന്ന് തോന്നിയതുകൊണ്ട് എടുത്തതാണ്. പക്ഷെ 1.5 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ എൻ്റെ യാത്രാദൂരം നീ കുറച്ച് തരണേ പഠിച്ചോനെ. അതുപോലെ തന്നെ എന്താണ്, അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, ഈ യാത്രയിൽ നീയാണ് എൻ്റെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ വൽ മാൽ, എൻ്റെ സമ്പത്തിലും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലൊക്കെ നിന്നെയാണ് ഞാൻ ആളാക്കി വെക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രയുടെ ദുരന്തത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ പഠിച്ചോനെ. വകഅബത്തിൽ മൻദർ, മഹാദുരന്തങ്ങളിൽ നിന്ന്, മഹാദുരന്തത്തിന്റെ കാഴ്ചകളിൽ നിന്ന് എന്നെ നീ കാക്കണേ പഠിച്ചോനെ. വസൂഇൽ മുൻഖലബി ഫിൽ അഹ്ലി വൽ മാൽ, കുടുംബത്തിലേക്കും അഹ്ലിലേക്കും ഒക്കെ അങ്ങനെ ദുരന്ത പര്യാവസാനത്തോടെ വരുന്നതിനെ നീ കാക്കണേ പഠിച്ചോനെ. വല്ലാത്ത ദുആണ് അല്ലേ. നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നു, നമ്മൾ ബൈക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു, ബഹളുണ്ടാക്കാത്തൊരു ആംബുലൻസ് പതിയെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. ഇതൊന്നും ആർക്കും വിദൂരത്തുള്ള കാര്യമല്ല, ആണോ? ആർക്കും വിദൂരത്തുള്ള കാര്യമല്ല. ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് എന്താ പറയാ, തണുത്തുറഞ്ഞ ശരീരം മോർച്ചറിയും കണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡെസ്കും കടന്ന്, അങ്ങനെ എല്ലാ നിലക്കും കൈകാര്യം ചെയ്യപ്പെട്ട് ഒന്ന് വൃത്തിയായി കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് ഒന്ന് കർപ്പൂരമൊഴിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത മൃതശരീരത്തിന്റെ അരികിൽ കുടുംബവും ബന്ധവും സ്വന്തവും ഒക്കെ വരുമ്പോ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ഇങ്ങനെ ആടുവിലയുന്ന മയ്യത്ത് കട്ടിലിൽ ജനവാതിലിലൂടെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഇങ്ങനെ നോക്കി നിന്ന് യാത്ര അയക്കുന്ന രംഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ചെറിയൊരു സംഗതി ഒന്നുമല്ല. അതുകൊണ്ട് അദ്കാറുകൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു ശീലമാക്കണം. ഇന്നത്തെ ഈ ദിവസത്തെ ഒരു സന്ദേശമായി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ഒരുപാട് സംരക്ഷണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഉറങ്ങുന്ന ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നിനക്കൊരു ഹാഫിൾ ഉണ്ട്, നിന്നെ സംരക്ഷിക്കാൻ അവിടെ ഒരു ഹാഫിളിനെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. മല ഇടിഞ്ഞു വീഴോ, മരം മറിഞ്ഞു വീഴോ, എന്തൊക്കെ ബേജാറാണ് നമുക്ക് അല്ലേ, എന്തൊക്കെ ബേജാറാണ്. ഒന്നുമില്ല. ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പോയപ്പോൾ അന്നൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വീട്ടിൽ പെരുമഴയത്ത് ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്, വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, മുറ്റത്തൊക്കെ വെള്ളമാണ്. ഞാനും ഭാര്യനോട് മക്കളോടൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിരിക്കണ ഓഫീസ് റൂമിൻ്റെ നടുക്കുന്ന് വന്നു വെള്ളം. ആണ് തെറിച്ചു. 500 മീറ്റർ അപ്പുറത്തെ ഒരു മരത്തിൽ എൻ്റെ കുട്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുക, ഭാര്യ വേറൊരു സ്ഥലത്ത് തൂങ്ങി നിൽക്കുക, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ വയ്യ. പഠിച്ചവൻ എല്ലാവരും തിരിച്ചു തന്നു, ബാക്കിയൊക്കെ കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി അല്ലേ, എല്ലാം കൊണ്ടുപോയി. അയാൾക്ക് റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, അയാൾക്ക് കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, ഒക്കെ കൊണ്ടുപോയി. ബാങ്ക് ബാലൻസ് വല്ലതും ബാക്കി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാണെന്നറിയില്ല, ഞാൻ ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും അവിടുന്ന് എടുത്തുകൊണ്ടിട്ട് വീട്ടിൽ വെച്ചു, അതും പോയി. ഇന്നലെ പോയിട്ട് ബാങ്കിൽ നിന്നൊക്കെ പിൻവലിച്ചു. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല എന്നാണ്. അത്രേ ഉള്ളൂ. പടച്ചോൻ്റെ കള്ളാവ് വരുമ്പോൾ അങ്ങനെ വരിക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശരിയായ ചിന്തയും പരിശോധനയും ആവശ്യമുണ്ട്. ഓരോന്നിലും നമുക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ പ്രാർത്ഥിച്ചു, ഒരുപാട് ആളുകൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠം, തീർച്ചയായും ആർക്കും ഇങ്ങനത്തെ ഘട്ടങ്ങളും സന്ദർഭങ്ങളൊക്കെ വരാം. അത്തരം ഒരു ഘട്ടത്തിൽ സന്ദർഭത്തിൽ നമ്മൾ സുരക്ഷിതത്വങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് പടച്ചവൻ്റെ സഹായം കിട്ടാതെ പോകരുത്. സുരക്ഷിതത്വങ്ങൾ, അദ്കാറുകളുടെ സുരക്ഷിതത്വങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ സുരക്ഷിതത്വമുണ്ട്, ഭൗതികമായ സുരക്ഷിതത്വമുണ്ട് അല്ലേ. സീറ്റ് ബെൽറ്റ് ഫർളാണെന്ന് ഞാൻ പറയും. മഖാസുദ് ശരീഅന്റെ ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന 6 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ നിന്നാണ് എല്ലാ ഹറാമും ഹലാലും ഉണ്ടാകുന്നത്. ഹിഫ്ദുൻ നഫ്സി വൽ മാൽ, ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തത്വമുണ്ട്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്താ, സീറ്റ് ബെൽറ്റ് ഫർളാണ്, അത് പോലീസിനെ മാനേജ് ചെയ്യാനുള്ളതല്ല. ഹെൽമെറ്റ്, ഞാൻ എൻ്റെ ഖുത്ബയിൽ നേരത്തെയും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണിത്. ഹെൽമെറ്റ് അത് ഫർളാണ്, തലമത് വെക്കൽ ഫർളാണ് എന്നത് ഏറ്റവും ഭദ്രമായ ഉറപ്പുള്ളത് വാങ്ങി വെക്കൽ ഫർളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ലാഹു നമ്മുടെ ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അദ്കാറുകൾ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന നനവും കിനിവും അത് വളരെ വലുതാണ്. അതിലേറ്റവും ബോധ്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ, ശരിയായ വിശ്വാസത്തിൻ്റെ മനോനിലയുള്ള, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ ഒക്കെ ഹൃദയത്തിലുള്ള വിശ്വാസം എന്താണോ അതാണ് ശരിയായ വിശ്വാസം. അന്ന് മക്കയിൽ മദീനയിൽ ജീവിച്ച പ്രവാചകനും സ്വഹാബത്തും വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച നിങ്ങൾ ഹിദായത്തിലായി എന്നാണ്. ആ വിശ്വാസം നമുക്കുണ്ടായി നമ്മൾ അദ്കാറുകളുടെ രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്കാറുകൾ ചൊല്ലിയാലുണ്ടാകും. അതേപോലെ പ്രാർത്ഥന ഇതിൽ വളരെ പ്രധാനമാണ്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ദിക്റും പ്രാർത്ഥനയും വേറെ വേറെ തന്നെ നമ്മൾ എടുക്കണം അല്ലേ. ദിക്റും പ്രാർത്ഥനകളും വേറെ വേറെ തന്നെ നമ്മൾ എടുക്കണം. അദ്കാറുകൾ നമുക്ക് പുണ്യം നേടാനാണ്, അതുപോലെ തന്നെ സംരക്ഷണത്തിനാണ്. അത് പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രത്യേകം ചോദിച്ച് വാങ്ങുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സുബഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ എല്ലാവരും ഇപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെ ന്യായീകരിച്ചാലും ശരിയാകേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരെ മനസ്സിൽ ഓർത്തിട്ട് തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്.
ഞാൻ 100% വിശ്വസിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന്, പൊടിഞ്ഞൊടുങ്ങേണ്ടിയിരുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ സുബഹി നമസ്കാരം കൊണ്ടാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൂടി ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നോട് പറയണേ, ഇന്ന് അസർ മുതൽ നമ്മൾ ജമാഅത്തിൻ്റെ കാര്യത്തിൽ തിരുത്തു വരുത്തണം. അലാം വെക്കണം. നമ്മളെ പള്ളിൻ്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ജമാഅത്ത് നിന്ന് കിട്ടും. എല്ലാ ദിവസവും ഉസ്താദ് എന്ത് ചെയ്യും, രാവിലെ അത് ഇടുന്നുണ്ട്. നോക്കി ജമാഅത്ത് നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്ത് ബിസിനസ്സോ എന്ത് തിരക്കാണെങ്കിലും അതിൻ്റെ അടിയിലൊക്കെ അത് പരിരക്ഷിക്കാൻ പറ്റും. അതൊന്ന് പരിരക്ഷിച്ച് നോക്കിങ്ങൾ. അത് പരിരക്ഷിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഒരു വ്യത്യാസം. അത് വലിയ വ്യത്യാസം തന്നെയായിരിക്കും. അതുകൊണ്ട് ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.